എനിക്ക് വർക്കൗട്ട് ആയില്ല. ജസ്റ്റ് വാച്ചബിളാണ്, കൊള്ളാം. പിന്നെ എനിക്കറിയില്ല, ഡയറക്ഷൻ ഭയങ്കര ഫെയിലിയർ ആയിട്ട് തോന്നി. ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്, അത് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്തില്ല എന്ന് തോന്നി. പിന്നെ നാദിറേനെ ബിഗ് സ്ക്രീൻ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ദാറ്റ്സ് ഓൾ. മൂവി കൊള്ളാം. നല്ലൊരു സസ്പെൻസ് ത്രില്ലിംഗ് മൂവിയായിട്ട് ലാസ്റ്റ് വരെ പ്രേക്ഷകരെ കൊണ്ട് എത്തിക്കുന്ന ഒരു മൂവിയാണ്. ഓക്കെ. ഇപ്പം ശ്രീനാഥ് വാസി, അതേപോലെ തന്നെ അശ്വന്ത്, വൈശാഖ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടുകൾ എല്ലാം നല്ല മനോഹരമായിട്ട് ഉണ്ട്. പിന്നെ സീമാജി നായരുടെ വേഷം കൊള്ളാം, നല്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ. ഇത് ഒരു ക്യാമ്പസ് ഫാമിലി എല്ലാം ടച്ചിങ് ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു കോമഡി എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ക്യാമ്പസിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു എല്ലാം ചേർന്നിട്ടുള്ളൊരു നല്ല ചിത്രം. CI വിജയനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് മലയാള സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു CI ആയിട്ട് അഭിനയിക്കാൻ പറ്റിയത് ഭാഗ്യം. ഞാൻ സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സദാശിവൻ്റെ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. MM സിദ്ദിഖ് സാർ ഒരു പോലീസ് ഓഫീസറായ അദ്ദേഹം ഒരു സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു CI ആയിട്ട് അഭിനയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും സിനിമ കാണണം. നല്ലൊരു അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഈ സിനിമ. എല്ലാവരും കാണണം. കോമ്പോ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. സസ്പെൻസ് ത്രില്ലറിനെക്കാട്ടും കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഇൻസിഡൻറ്റും രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് ഇടപെടലുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ മേക്ക് ഓവർ, അതിനെ ഓവർകം ചെയ്ത് വരുന്നൊരു സ്റ്റോറിയാണ്. അതിൽ വരുന്ന രാഷ്ട്രീയമായ ഇടപെടലിൽ വരുന്ന ഒരു ഇൻസിഡൻറ്റിനെ ഫ്രണ്ട്ഷിപ്പായിട്ട് കൂട്ടിണക്കി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരു ഡിസ്റ്റൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ഈ സിനിമേൻ്റെ പ്രൊഡ്യൂസറാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അശ്വത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇനിയുള്ള ഷോ കഴിയുമ്പോഴാണ് കറക്റ്റ് എന്താണെന്നുള്ള പ്രേക്ഷകരാണ് അഭിപ്രായം പറയേണ്ടത്. പ്രേക്ഷകർ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് ഈ സിനിമ കാണണം. ഇനി അശ്വത്ത് പറയും. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക, കണ്ടതിന് ശേഷം ആ അഭിപ്രായം അറിയിക്കുക എന്നുള്ളതാണ്. ഒരു ഞങ്ങൾ പലരും സിനിമ കണ്ടു എന്ന് തോന്നുന്നു. അപ്പോൾ സിനിമയുടെ അവസാനം വരുന്ന ഇമോഷനൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെയും ഒരു ഇത്. അപ്പോൾ അത് കറക്റ്റ് ആ മീറ്ററിൽ എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി ഇനി ഷോകൾ കഴിയുമ്പോൾ കറക്റ്റുള്ള റെസ്പോൺസുകൾ അറിയിക്കുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക എന്നുള്ളതാണ്. എനിക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് ഡയറക്ഷൻ ചെയ്തത് ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് പോലീസിൽ. ഞങ്ങൾ 2019 മുതൽ ഈ സ്ക്രിപ്റ്റിൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ മൂവി നല്ലൊരു മൂവിയാണ്. ഞങ്ങളുടെ പാർട്ടീസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത്. ഫ്യൂച്ചറിൽ വരുന്ന ഷോസൊക്കെ നന്നായിട്ട് വരട്ടെ എന്ന് വിശ്വസിക്കുന്നത്. നല്ലൊരു മൂവിയാണ്. എന്തോ കേട്ടില്ല. കോംബോ ഒക്കെ കുറേ ഓൾമോസ്റ്റ് വർക്കൗട്ട് ആയ പോലെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടാണ് ചെയ്തത്. അപ്പോൾ ഓഡിയൻസ് ആണല്ലോ തീരുമാനിക്കേണ്ടത് വർക്കൗട്ടായത്. ചെയ്യുന്നതിൽ എനിക്ക് ഞാൻ ചെയ്യാത്തൊരു കുറേ ക്യാരക്ടറുകളെങ്കിലും കുറച്ചും കൂടി ചെയർമാൻ അല്ലെങ്കിൽ ആ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട്, അതും എനിക്ക് ഇവരുടെയൊക്കെ സീനിയറാണ്. ഞാൻ ബാസിയുടെ ആ ഒരു ഏജിലുള്ള ആൾക്കാരുടെ സീനിയറാണ്. അപ്പം കുറച്ചും കൂടി മെച്ചൂരിറ്റുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ എന്നെ പൊതുവിൽ പ്രേക്ഷകർ കുറച്ചും കൂടി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് എന്നെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നത് തമാശകൾ പറയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഫണ്ണായ രീതിയിൽ, അല്ലെങ്കിൽ ബെല്ലടിച്ച് ക്ലാസ്സിൽ കയറാം എല്ലാവരും. അപ്പോൾ കുറച്ചും കൂടി ഈ പറഞ്ഞ കൗണ്ടർ പറഞ്ഞിട്ടൊക്കെ എനിക്ക് അറിയാം. പക്ഷേ അതിനപ്പുറത്തേക്കും നമുക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാനടക്കം. അപ്പോൾ എൻ്റെ ഈ ഡയറക്ടർ പറഞ്ഞത് സീരിയസ് ആണ്. അപ്പോൾ കുറച്ചും കൂടി ബോൾഡായിട്ട് സംസാരിക്കണം. പിന്നെ ഭയങ്കര സിമ്പിളാണ് ആൾ, കാരണം കുറേ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തന്നെ ചെയ്തിരുന്നു. അപ്പം നിങ്ങളത് കണ്ടിട്ട് വിലയിരുത്തുക എന്നുള്ളതാണ്. ഞാൻ ക്യാരക്ടറുള്ള ഒരു കുഞ്ഞ് ക്യാരക്ടറുള്ള ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ തന്നെ കാണണം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ഞാനാണ് സിനിമയിലെ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. എൻ്റെ പേര് കാർത്തിക സുരേഷ് എന്നാണ്. അപ്പോൾ ഞാൻ അഭിനയിച്ച സിനിമ പ്രേക്ഷകരുടെ തിയേറ്ററിൽ നിന്ന് കാണുന്നത് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ആസ്പെക്ട്സും, ലെറ്റ് ഇറ്റ് ബി ക്യാമ്പസ്, ത്രില്ലർ, എല്ലാ പൊളിറ്റിക്സ് എല്ലാം ഈ സിനിമയിലുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യും.
താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.